നമസ്കാരം. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്നും പ്രത്യേക സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അദ്ദേഹത്തിനെതിരെ ശക്തമായ കേസുകൾ എടുത്തിട്ടിരിക്കുകയാണ്. ലഹരി മരുന്ന് കടത്ത്, അതിന് കൂട്ടുനിൽക്കുക എന്നുള്ള മാരകമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന സംവിധാനം, അതിന് ട്രംപ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ മുൻകാല പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈ അമേരിക്ക എന്ന് പറയുന്ന സംവിധാനം മുമ്പ് തന്നെ ചെയ്തു വന്നിരുന്ന ഒരു പ്രക്രിയയാണിത്. അവർക്കിഷ്ടമല്ലാത്ത ഭരണാധികാരികളെ, അവരുടെ ആശയങ്ങളോട് വിയോജിക്കുന്ന ഭരണാധികാരികളെ ഇല്ലാതാക്കുക. അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ലഹരി മരുന്ന് ആരോപണം. വൻ ആയുധങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, സദ്ദാം ഹുസൈനെ അമേരിക്ക ഇല്ലാതാക്കി. അതുപോലെ പല രാജ്യങ്ങളെയും, പല രാഷ്ട്രത്തലവന്മാരെയും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാക്കിയിട്ടുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ഒരു നയങ്ങളുടെ ഭാഗമാണത്. ഇന്ന് പക്ഷേ ലാറ്റിൻ അമേരിക്കയെ മൊത്തം ഒരു കോളനി വൽക്കരിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ആ ലാറ്റിൻ അമേരിക്കയിലുള്ള സാധു രാജ്യങ്ങൾ സൈനിക ശക്തി കൊണ്ട് സാധുക്കളായ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ചൊൽപ്പടിയിലാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങളാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയ്ക്കെതിരെ അദ്ദേഹം ആരോപിക്കുന്നത്, അതല്ലെങ്കിൽ അമേരിക്ക ആരോപിക്കുന്നത്, വലിയ രീതിയിലുള്ള മാരകമായ ലഹരി മരുന്നുകൾക്ക് അവർ വഴിമരുന്നിടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതുമാത്രമല്ല അതിൻ്റെ വാസ്തവം. വെനസ്വേല അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ്. അവിടെ ക്യൂബയെ പോലെ തന്നെ റഷ്യക്കും ചൈനയ്ക്കും ഒരു സ്വാധീനമുള്ള രാജ്യമാണ് വെനസ്വേല. ഇടതുപക്ഷ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യം. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. പതിറ്റാണ്ടുകളായി അമേരിക്ക അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂബയാകട്ടെ, വെനസ്വേലയാകട്ടെ, അതുപോലെ ഇപ്പോഴത്തെ മെക്സിക്കോ ആകട്ടെ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ, അതല്ലെങ്കിൽ കൊളംബിയ ആകട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ഇടതുപക്ഷ ആനുകൂല്യമുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള രാജ്യങ്ങളാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ അമേരിക്കയല്ല ആശ്രയിക്കുക, മറിച്ച് ചൈനയെയോ റഷ്യയെയോ ഒക്കെയാണ് ആശ്രയിക്കുക. 3 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ട്രംപ് മെക്സിക്കോ, കൊളംബിയ, ക്യൂബ തുടങ്ങിയ ചിലി തുടങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരെ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, ലഹരി മരുന്ന് കടത്ത്, കുടിയേറ്റം, അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം, അമേരിക്കയിലേക്കുള്ള അനധികൃതമായ കുടിയേറ്റം, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രമായ വിയോജിപ്പുകൾ. അദ്ദേഹം പറയുന്നത് മെക്സിക്കോയും കൊളംബിയയും ലഹരി മരുന്നിന് വല്ലാതെ കൂട്ടുനിൽക്കുകയാണ്. അതിനെതിരെ കർശനമായ നടപടികൾ, അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കടത്തുന്നതിന് അവർ തടസ്സം നിന്നില്ല എങ്കിൽ, അതിനെതിരെ നേരിട്ടില്ല എങ്കിൽ അവിടെ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ചിലിയെയും അതുപോലെ തന്നെ ക്യൂബയെയും സൈനികപരമായി തന്നെ നേരിടാനുള്ള തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുന്നുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മൺറോ സിദ്ധാന്തം അനുസരിച്ച് ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൊളംബിയയിലും അതുപോലെ തന്നെ മെക്സിക്കോയിലുമുള്ള മറ്റു അവിടുത്തെ വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലഹരി മരുന്ന് കടത്തുന്നതിനെതിരെ എന്ന രീതിയിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുവിക്കുവാൻ അമേരിക്കൻ ചാരസംഘടനകൾ ശ്രമിക്കുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. കൊളംബിയയുമായി 3 പതിറ്റാണ്ടോളം അമേരിക്കക്ക് വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പങ്കാളി തന്നെയായിരുന്നു കൊളംബിയ. പക്ഷെ അവിടെ ഗുസ്താവോ പെട്രോ അധികാരത്തിൽ വരികയും ഇടതുപക്ഷ രീതിയിലേക്ക് ഭരണം മാറുകയും ചെയ്തതോടുകൂടിയാണ് അമേരിക്കക്ക് അവരുടെ മേലുള്ള പ്രീതി നഷ്ടപ്പെടുന്നത്. കൂടാതെ ഫലസ്തീൻ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും അവർ വിച്ഛേദിച്ചിരുന്നു. അതുപോലെ തന്നെ മെക്സിക്കോയിലാകട്ടെ ഫെൻറ്റാനിൻ എന്ന് പറയുന്ന ഒരു മാരകമായ ലഹരി മരുന്ന് അവരുണ്ടാക്കുന്നു, അത് വിനിമയം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. മാത്രമല്ല, മെക്സിക്കോയിൽ നിന്ന് അനധികൃത കുടിയേറ്റം അമേരിക്കയിലേക്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ട്രംപ് മുമ്പ് തന്നെ ഒരു മതിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കുമെന്നും കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്.
മാത്രമല്ല ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു സംഗതി ക്യൂബ സ്വയം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. കാരണം വെനസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്ന രാജ്യമാണ് ക്യൂബ. ഇന്ന് ക്യൂബ സത്യം പറഞ്ഞാൽ ക്യൂബയ്ക്ക് എണ്ണ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ക്യൂബ മാറിയിട്ടുണ്ട്. ആ അവസ്ഥയിൽ ശക്തമായ ഉപരോധവും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയോ ചൈനയോ നേരിട്ട് എണ്ണ എത്തിക്കുക അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള മറ്റേതെങ്കിലും രാജ്യം എണ്ണ എത്തിക്കുകയോ ചെയ്താൽ മാത്രമേ ക്യൂബയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ക്യൂബയിൽ മറ്റൊരു പ്രതിസന്ധി രൂപപ്പെടാനുള്ള സാധ്യതയും ട്രംപ് മുന്നിൽ കാണുന്നുണ്ട്. ഒരു ഭരണ അട്ടിമറിയാണ് അദ്ദേഹം ക്യൂബയിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇറാനിൽ പശ്ചിമേഷ്യയിലേക്കും യുദ്ധം വ്യാപിപ്പിക്കാൻ ട്രംപ് നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വൻതോതിലുള്ള ആയുധ നീക്കം ബ്രിട്ടനിലേക്കും അതുപോലെ തന്നെ പശ്ചിമേഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ചരക്ക് വിമാനങ്ങളും അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊക്കെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു രീതിയും നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആയുധ നീക്കം യൂറോപ്പിലേക്കും ബ്രിട്ടനിലേക്കും അതുപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അതിനേക്കാൾ 10 മടങ്ങ് രീതിയിലുള്ള വലിയ വലിയ വിമാനങ്ങളും ചരക്ക് കപ്പലുകളും ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലാകട്ടെ വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ജാഗ്രത അവർ പുലർത്തുന്നുണ്ട്. കാരണം ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം 2ാമത്തെ ആഴ്ചയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇറാനിലെ പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിനെതിരെ അമേരിക്ക ഇടപെടുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖമനേയി ഇറാന്റെ ആത്മീയ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇറാൻ ഇനി അങ്ങോട്ട് ആക്രമിക്കില്ല എന്നാണ്. കാരണം അവർ കാത്തിരിക്കുന്നത് മറ്റൊന്നിനുമല്ല. നമുക്കറിയാം മുമ്പ് സിറിയയിൽ സംഭവിച്ചത്. ലബനാനുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് ഫലസ്തീനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ലബനാനുമായി വെടിനിർത്തൽ കരാർ, കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി നേരിട്ടപ്പോൾ അവിടെ വെടിനിർത്തൽ അവർ കൊണ്ടുവരികയും സിറിയയിൽ കലാപം അഥവാ ബഷാറുൽ അസദ് റഷ്യയിലേക്ക് നാടുവിടുന്ന രൂപത്തിലുള്ള ശക്തമായ പോരാട്ടം സിറിയയിൽ നടന്നപ്പോൾ അവർ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ട് സിറിയയുടെ ആയുധ ശേഖരം നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനവർ പറഞ്ഞ ന്യായം പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധം കിട്ടിയാൽ ഇസ്രായേലിന് ക്ഷീണം ചെയ്യുമെന്നാണ്. അത്തരമൊരു നിലപാട് ഇറാനെതിരെ ഇസ്രായേൽ സ്വീകരിച്ചുകൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സിറിയയിൽ ഇസ്രായേൽ ചെയ്തതുപോലെയുള്ള പ്രവൃത്തി ഇറാനിൽ ചെയ്തുകൂടാ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇസ്രായേൽ ഒറ്റക്കത് ചെയ്യാൻ പറ്റുകയില്ല. ഇസ്രായേലും അമേരിക്കയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളും ചേർന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇറാനിൽ ഒരു ആക്രമണം ഉണ്ടാവുക. കാരണം ഇറാൻ വലിയൊരു രാജ്യമാണ്, സിറിയയെ പോലെയല്ല. ശക്തമായ സൈനികവും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് രാജ്യത്ത് പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിന് പരിശീലനവും അതുപോലെ തന്നെ പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചാരസംഘടനകൾ പ്രവർത്തിക്കുകയും മാത്രമല്ല അത്തരമൊരു പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് ഭീഷണിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇറാനിലുടനീളം ആയുധ ശേഖരങ്ങളിലും മറ്റും ആക്രമണം നടത്താൻ ഒരു സംയുക്ത സൈനിക സംഘമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനും വളരെയധികം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇറാനിലെ കഴിഞ്ഞ ദിവസം അവരുടെ നേതാക്കന്മാർ പറഞ്ഞത്, ഒരാക്രമണം ഭീഷണി നേരിട്ടാൽ ഒരാക്രമണം ഇസ്രായേലിനെ അങ്ങോട്ട് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധ്യതയുമല്ല. റഷ്യ വഴി ഇസ്രായേൽ ഇറാനുമായി സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഒരു യുദ്ധത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. അവർ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഏതായാലും ട്രംപ് 2026 തുടക്കം മുതൽ തന്നെ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ടുള്ള പല തീരുമാനങ്ങളും എടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സമാധാനം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.